ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്ക് ടി വി. ഇന്നത്തെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ ഗൊറില്ല 450 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഗൊറില്ല 450 എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം റോയൽ എൻഫീൽഡ് ഹിമാലയൻ 411 ബേസ് ചെയ്തിട്ട് സ്ക്രാം 411 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഹിമാലയൻ ഏറ്റവും പുതിയ ഹിമാലയൻ 452 അല്ലെങ്കിൽ 450 ബേസ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന അതിനെ തന്നെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സെയിം ഡിസൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ കൊണ്ടുവരുന്ന ഒരു റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിളാണ് ഗൊറില്ല 450 എന്ന് പറയുന്നത്. ഇതിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം നമ്മൾ കണ്ട പോലെ ഫ്രണ്ട് പോർഷനൊക്കെ ചില ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ വീൽ സൈസ് ആണ് മെയിൻ ഒരു മേജർ ഡിഫറൻസ് വരിക. 19 ഇഞ്ചും റിയർ 17 ഇഞ്ചും ആയിരിക്കും. പിന്നെ വരുന്ന മാറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാസിസിലെ ചെറിയ ഡിസൈൻ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് കേൾക്കുന്നു. അത് എത്രത്തോളം ഉറപ്പാണെന്നുള്ള കാര്യം അറിയില്ല. സോ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ലാസ്റ്റ് ടൈം സ്ക്രാം 411 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ കണ്ട പോലെ തന്നെ റോയൽ എൻഫീൽഡ് ഏറ്റവും പുതിയ ഹിമാലയനെ ബേസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മോഡൽ, അതാണ് ഗൊറില്ല 450 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ. ഓൾറെഡി സിദ്ധാർത്ഥ് ലാലെ അവരുടെ CEO അവരൊക്കെ ഇതിന്റെ ഇമേജസ് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈ മാർട്ടിൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഐ ലവ് മാൻ TT റേസർ എഞ്ചിനീയർ, അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളും ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ലോഞ്ചിന്റെ സമയത്ത് ഉണ്ടായിരിക്കും. ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജൂലൈ 17 സ്പെയിനിൽ വെച്ചിട്ടാണ് ലോഞ്ച് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഹിമാലയൻ 450 ഇഷ്യൂസ് ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്തിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴേക്കും അവർ പുതിയ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. റോയൽ എൻഫീൽഡിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം, ഒരു ഇയർ ഏകദേശം 4 പുതിയ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുന്നതാണ് റോയൽ എൻഫീൽഡ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. അത് ജെ സീരീസും ട്വിൻ സിലിണ്ടർ അങ്ങനെയുള്ള ഷെർപ്പ 450 അങ്ങനെയുള്ള എഞ്ചിന്റെ ഡിഫറെന്റ് വേരിയൻസ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് മോട്ടോർ സൈക്കിൾസ് ആയിരിക്കും. ഇനി അടുത്ത ന്യൂസ്, ഡുക്കാറ്റിയുടെ സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള ഏറ്റവും കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഏറ്റവും പെർഫോമൻസ് കൂടിയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള സൂപ്പർ കാർഡറോ മോണോ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സിലിണ്ടറിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വേറൊരു മോട്ടോർ സൈക്കിൾ ഇല്ല. ഈവൻ KTM പെർഫോമൻസ് കൂടുന്ന അല്ലെങ്കിൽ പെർഫോമൻസ് ഉള്ള അല്ലെങ്കിൽ പവർ ഫിഗർ ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് സൂപ്പർ കോഡ്രോ മോണോ എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ. ഈ സൂപ്പർ കോഡ്രോ മോണോ എന്ന് പറയുന്ന ഒരു പേരിൽ തന്നെ ഉണ്ട് സിംഗിൾ എന്നാണ് അല്ലെങ്കിൽ സിംഗിൾ സിലിണ്ടർ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ഒരു പേര് വരെ ഡുക്കാറ്റി ഈ ഒരു മോട്ടോർ സൈക്കിളിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 659cc ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ ഷോർട്ട് സ്ട്രോക്ക് ആയിട്ടുള്ള എഞ്ചിനാണ്. പവർ വരുന്നത് 77.5 HP ആണ്. ടോർക്ക് വരുന്നത് 63 Nm ഓഫ് ടോക്ക് ആണ്. ഇനി ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഇതിന്റെ റിലയബിലിറ്റി ഇഷ്യൂസ് ഒക്കെ കുറേ ഞാൻ കേട്ടിരുന്നു. അതുപോലെ തന്നെ ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഡുക്കാറ്റിയുടെ ഈ ഒരു സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിളിനെ ചില പ്രശ്നങ്ങൾ കണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താവും എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി ലോഞ്ച് ചെയ്താൽ മാത്രമാണ് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും, ഡുക്കാറ്റി ബാംഗ്ലൂർ വെച്ചിട്ട് വലിയൊരു ഇഷ്യൂ നടന്നത്. ഏകദേശം 5 കോടിയുടെ തിരിമറി അല്ലെങ്കിൽ ഒരു ഉഡായിപ്പൊക്കെ നടത്തി കുറേ കസ്റ്റമേഴ്സിനെ പറ്റിച്ച കാര്യമൊക്കെ സ്ട്രെല്ലൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഓൾറെഡി ഇന്ത്യയിൽ ഡുക്കാറ്റിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഡുക്കാറ്റി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അവര് ഷോറൂം വൈസ് വെച്ചിട്ട് നടത്തുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കേണ്ടതായിരുന്നു. ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ന്യൂസ്, യമഹയുടെ MT-03 ഡിഫറെന്റ് കളർ ഓപ്ഷൻസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വരുമോ എന്നുള്ള കാര്യം അറിയില്ല, ഞാൻ ജസ്റ്റ് അതിന്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇന്ത്യയിലെ ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൈംഫിന്റെ സ്ട്രീറ്റ് ട്രിപ്പിൾ R പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 48,000 രൂപയാണ് പ്രൈസ് കുറച്ചിരിക്കുന്നത്. ഇനി സ്ട്രീറ്റ് ട്രിപ്പിൾ RS എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ പ്രൈസ് ഏകദേശം 14,000 രൂപ കൂട്ടിയിട്ടുണ്ട്, ഹൈക്ക് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ട്രൈംഫിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു ന്യൂസ് ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഹോണ്ടയുടെ ഐക്കോണിക് മോഡൽ ആയിട്ടുള്ള സൂപ്പർ കപ്പ് 50 എന്ന് പറയുന്ന മൊപ്പേഡ് വളരെയധികം ലെജൻഡറി ആയിട്ടുള്ള ഒരു മൊപ്പേഡാണ്. ഹോണ്ടയുടെ ഹിസ്റ്ററിയൊക്കെ വളരെയധികം ഹിസ്റ്ററി ലെഗസി ഒക്കെ ഉള്ള ഒരു മോഡലാണ് സൂപ്പർ കപ്പ് 50 എന്ന് പറയുന്നത്. അത് 2024 കൂടി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. 1958 മുതലേ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു മൊപ്പേഡാണ് സൂപ്പർ കപ്പ് 50 എന്ന് പറയുന്നത്. നമ്മുടെ ഏകദേശം ലുക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബജാജിന്റെ M80 പോലെയൊക്കെയുള്ള ഒരു ലുക്കോട് കൂടിയിട്ടുള്ള ഒരു മൊപ്പേഡാണ് സൂപ്പർ കപ്പ് 50 എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ട പുതിയ റെഗുലേഷൻ ബേസ് ചെയ്ത് പുതിയ എമിഷൻ, പുതിയ പൊല്യൂഷന്റെ ഒക്കെ ബേസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു മൊപ്പേഡ് അത്രയും ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. പഴയ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു സൂപ്പർ കപ്പ് 50 എന്ന് പറയുന്ന ആ ഒരു മൊപ്പേഡ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്.
ഇനി അടുത്തൊരു വലിയൊരു കാര്യം ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് 2040 ആകുമ്പോഴേക്കും ഹോണ്ടയുടെ മൊത്തം മോട്ടോർ സൈക്കിളും ഇലക്ട്രിക് ആക്കും എന്നാണ് ഹോണ്ട പറയുന്നത്. കാരണം അവർ ഏതൊക്കെ മോട്ടോർ സൈക്കിൾ വേൾഡിൽ ലോഞ്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇലക്ട്രിക് ആക്കും എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ്. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ താഴെ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാओ.